അമേരിക്ക ഗസയെ ഏറ്റെടുത്ത പശ്ചിമേഷ്യയിലെ സുഖവാസ കേന്ദ്രമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ചർച്ചയാകുന്നത്. ഗസക്കാരെ എന്നത്തേക്കുമായി കുടിയിറക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആകട്ടെ ഈ കൂടിക്കാഴ്ചയുമായി അതിനുശേഷം നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്നത്. എന്നാൽ ഇത് ചരിത്രപരമായ ഒരു തീരുമാനമാണ്. ട്രംപിന്റെ പദ്ധതി ചരിത്രപരമാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിന് പിന്നാലെ ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. ട്രംപിന്റെ വംശഹത്യാ പദ്ധതി നടക്കില്ലെന്ന് ഹമാസും മറുപടി നൽകിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെയും പ്രതികരണം അങ്ങനെ തന്നെയാണ് വന്നത്. ഈ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന്, ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അത് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പലസ്തീനികളെ കുടിയിറക്കി ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ്. അതായത് ഈ ഗസയിലുള്ള പലസ്തീനികളെ ആകെ മാറ്റി അവിടെ ഒരു സുഖവാസ കേന്ദ്രം ഒരുക്കുക, അവിടേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ ഒരു സുഖവാസ കേന്ദ്രമാക്കുക എന്ന ഒരു പദ്ധതിയായിരുന്നു ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ പദ്ധതി ചരിത്രപരമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രതികരണം പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ഇത് ഒരിക്കലും നടക്കാത്ത പദ്ധതി എന്നാണ്. കാരണം ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കുക, അത്തരത്തിൽ ആ പദ്ധതി ഒരിക്കലും നടക്കാത്ത പദ്ധതി എന്ന് ഹമാസ് മറുപടി നൽകി. സൗദി അറേബ്യയുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒരു സ്വതന്ത്ര രാജ്യം അവിടെ സ്ഥാപിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ല എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം, അതല്ലാതെ ഇസ്രായേലുമായി ഒരു നയതന്ത്രത്തിനും ഇല്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുന്നു. അറബ് രാജ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈജിപ്ത്, ജോർദാൻ, UAE, സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കുടിയിറക്കൽ പ്ലാൻ തള്ളി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. US സെനറ്റർമാർ ഈ ഒരു വിഷയത്തിൽ ഈ അമേരിക്കയ്ക്കെതിരെ, അതായത് ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു നഷ്ടക്കച്ചവടമാണ് എന്ന പ്രതികരണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ പദ്ധതി മറ്റൊരു വംശഹത്യക്കാണ് എന്ന പ്രതികരണമടക്കം അമേരിക്കൻ സെനറ്റർമാരുടെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. യൂറോപ്യൻ യൂണിയൻ കുടിയിറക്കലിനെ അംഗീകരിക്കില്ല എന്ന പ്രതികരണമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. ഫലസ്തീനികൾക്ക് കൂട്ടശിക്ഷ വിധിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് റഷ്യ അഭിപ്രായപ്പെടുന്നു. ചൈനയുടെ അഭിപ്രായത്തിലേക്ക് പോവുകയാണെങ്കിൽ ദ്വിരാഷ്ട്ര പ്രശ്നമാണ് ഈ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ളത്, അതിൽ പരിഹാരം വേണമെന്ന് ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നുണ്ട്. കുടിയിറക്കൽ പദ്ധതി സംഘർഷം വ്യാപിപ്പിക്കും. ഇപ്പോൾ ഈ വെടിനിർത്തലുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന്, ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അത് കുടിയിറക്കൽ പദ്ധതി സംഘർഷം വ്യാപിപ്പിക്കും എന്ന് തുർക്കി അഭിപ്രായപ്പെടുന്നു. ഓസ്ട്രേലിയ പറയുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം വേണം എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ തകർന്നിരിക്കുന്ന ഗസയ്ക്ക് സഹായം ഉറപ്പാക്കണമെന്നും ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നു. ഇത്തരത്തിലാണ് ഈ ട്രംപിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ലോക നേതാക്കളടക്കം ഇത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുജീബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. മുജീബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ വരികയാണ്. ആദ്യമായി അത് എങ്ങനെ വിലയിരുത്താം എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൗദിയുമായുള്ള ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധം ഈ ഘട്ടത്തിൽ സാധ്യമാകുക എന്നത് എത്രത്തോളം സാധ്യമാണ്? സ്നേഹ സൂചിപ്പിച്ചതുപോലെ ഈ ഫലസ്തീൻ പ്രശ്നത്തിന്, വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഏതാണ്ട് 15 മാസക്കാലം നിരന്തരമായ സംഘർഷം നടന്ന് വലിയ തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടന്ന് ഇപ്പോഴാ വെടിനിർത്തലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയ പരിഹാരം എന്നതിനപ്പുറം അദ്ദേഹം വളരെ നിസ്സാരമായ രീതിയിലാണ് അതിനെ കണ്ടിരിക്കുന്നത്. അതുതന്നെ ഈ 20 ലക്ഷം മനുഷ്യരെയും അവിടെ നിന്ന്
കുടിയിറക്കുക, പകരം അത് ഏറ്റെടുത്ത് അതൊരു വിനോദ കേന്ദ്രമാക്കി മാറ്റുക, എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാക്കി മാറ്റുക എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം വന്നു. ഇതിനോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മാത്രമാണ് ചരിത്രപരമായ ഒരു പ്രതികരണമായിട്ട് അതിനെ വിലയിരുത്തിയത്. ബാക്കി അമേരിക്കക്കകത്ത് നിന്ന് പോലും വലിയ തരത്തിലുള്ള എതിർപ്പുകളാണ് ഉണ്ടായത്, വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ എല്ലാം വിദേശകാര്യ മന്ത്രിമാർ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായി പോയി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വന്നത് എന്ന തരത്തിലാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനത്തിന് അമേരിക്കക്കകത്തു നിന്നും പുറത്തുനിന്നും യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നില്ല എന്നത് വേണം ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ രാജ്യങ്ങൾ അവരുടെ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അമേരിക്കക്കകത്തുനിന്ന് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ പ്രതികരണം തന്നെ നടക്കാൻ പോകാത്ത ഒരു കാര്യം, ഒരിക്കലും തങ്ങളെ ഈ മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ടും അതിൻ്റെ മുന്നിൽ ചെറുത്തു നിൽക്കാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴേക്കും ഈ മണ്ണിലേക്ക് തിരിച്ചു വരാനും ഫലസ്തീനികൾ ഒരുങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. മാത്രമല്ല, ഈ മേഖലയാകെ അസ്വസ്ഥത പടർത്താൻ മാത്രമേ ട്രംപിൻ്റെ ഈ പ്രതികരണം അതിന് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അതിനുള്ള ഒരു പാചകക്കുറിപ്പാണ് ട്രംപിൻ്റേത് എന്നതായിരുന്നു ഹമാസിൻ്റെ ഭാഗത്തുനിന്നുള്ള ആദ്യത്തെ പ്രതികരണം. അതുപോലെ തന്നെ ഗസയ്ക്ക് മേലുള്ള കയ്യേറ്റത്തിന് ഞങ്ങൾ ഇസ്രയേലിനെ മാത്രമല്ല അനുവദിക്കാത്തത്, അത് അമേരിക്കയെയും മറ്റൊരു രാജ്യത്തെയും അനുവദിക്കുകയില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ഹമാസിൻ്റെ ഭാഗത്ത് വന്നു. എരിതീയിൽ എണ്ണയൊഴിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രതികരണങ്ങളെ ഹമാസ് പൂർണ്ണമായും തള്ളിക്കളയുക മാത്രമല്ല, UN-ഉം അതുപോലെ തന്നെ അറബ് ലീഗുമെല്ലാം ഈ വിഷയത്തിൽ ഇടപെടണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും ഹമാസ് നേതാവ് അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ സ്നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയുടെ നയതന്ത്ര ബന്ധം, ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഇനി ഭാവി കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം ഇപ്പോൾ ഈ സൗദി അറേബ്യയുമായുള്ള ബന്ധം, നയതന്ത്ര ബന്ധം സ്വാഭാവിക ബന്ധമാക്കി ഇസ്രായേലിന് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കിണിഞ്ഞ ശ്രമങ്ങളിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാകും എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഈ ഒക്ടോബർ 7 ആക്രമണം ഹമാസ് നടത്തുന്നത്. അതിനുശേഷം ഗസയ്ക്ക് മേലുള്ള ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടു. അതോടുകൂടി സൗദി ഇസ്രായേൽ നയതന്ത്ര ബന്ധങ്ങളിലുള്ള ചർച്ച തന്നെ ഇല്ലാതാവുകയായിരുന്നു. അതിൻ്റെ എന്നേക്കുമുള്ള സാധ്യത അടഞ്ഞു പോകുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനിടയിലാണ് ഈ വെടിനിർത്തൽ കരാർ വരുന്നതും മധ്യസ്ഥരെന്ന നിലയിൽ അമേരിക്ക രംഗത്ത് വരുന്നതും. ഇതോടുകൂടി ഈ സൗദിയുമായുള്ള ബന്ധം നല്ല നിലയിലാക്കാൻ ഈ ഒരു വെടിനിർത്തലിൻ്റെ മറവിൽ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. എന്നാൽ സൗദി അറേബ്യ, അമേരിക്കയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സൗദി അറേബ്യ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രതികരണം അറിയിക്കുകയുണ്ടായി. ഒരു നിലക്കും ഇങ്ങനെ ഫലസ്തീനികളുടെ ഒരു ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ജെറുസലേം ആസ്ഥാനമായിക്കൊണ്ടുള്ള ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതുവരെ ഇസ്രായേലുമായുള്ള ബന്ധം ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള കൃത്യവും വ്യക്തവുമായ ഒരു മറുപടി സൗദിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അത് അംഗീകരിക്കാനാവില്ല എന്ന മറുപടിയാണ് വന്നിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് ദൂതൻ, ഡൊണാൾഡ് ട്രംപിൻ്റെ ദൂതനായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് നിയമിതനായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെ ഈ ഇസ്രായേലുമായുള്ള സൗദിയുടെ ബന്ധം നോർമലൈസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ ആദ്യമായി ഒരു രാഷ്ട്രത്തലവനെ വിളിച്ചത് സൗദി കിരീടാവകാശിയായിരുന്നു. ഇത് സംബന്ധമായ കാര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത്. ഇസ്രായേലും കാത്തിരുന്നത് ആ ഒരു ബന്ധത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അത് നടക്കില്ല, അത് അക്കാര്യത്തിൽ വിജയിക്കാൻ പോകുകയില്ല എന്ന കൃത്യമായ സൂചന തന്നെ ഇപ്പോൾ ഇസ്രായേലിനും ഡൊണാൾഡ് ട്രംപിനും ലഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്കയ്ക്ക് അകത്ത് നിന്ന് തന്നെ ട്രംപിന് വിമർശനമാണ് വരുന്നത്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നല്ലാതെ മറ്റെവിടെ നിന്നും ട്രംപിനെ അനുകൂലിച്ചുള്ള ഒരു വാക്കുപോലും ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ട്രംപിന്റെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും.